ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയൊക്കെ സ്നേഹിക്കപ്പെടാൻ എനിക്ക് അർഹതയുണ്ടോ വരുൺ? ഇതിലപ്പുറം എടോ, ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നടന്നിരുന്ന ആളാണ് ഞാൻ. എനിക്ക് സ്നേഹത്തിലൂടെ ഒരു അർത്ഥമുണ്ടാക്കി ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം പഠിപ്പിച്ചു തന്നത് താനാണ്. ഇനിയും മുന്നോട്ട് ജീവിക്കണമെന്ന് കൊതിപ്പിച്ചതും താനാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ കൊച്ചുമോൾ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നും ആരെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർ പെട്ടെന്ന് വയലന്റ് ആവും. സോ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളിത് കൈകാര്യം ചെയ്യേണ്ടത്. എന്താ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. മയക്കം കഴിയുമ്പോൾ നിങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോകാം. ഞാൻ മെഡിസിൻ എഴുതിത്തരാം. 3-4 മാസം തുടർച്ചയായി അത് കഴിക്കണം. എല്ലാം നമുക്ക് ശരിയാക്കാൻ തിരുമേനി. നമ്മളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഹൈഡോസ് മരുന്ന് ഉണരാൻ കുറച്ച് താമസമെടുക്കും. ഒരു പക്ഷെ ഉണരുമ്പോൾ വയലന്റ് ആയെന്നിരിക്കാം. എനിവേ, മരുന്നിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പരിചരണം. അതുകൂടി നല്ല രീതിയിൽ നടക്കട്ടെ. നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരാണോ? അതെ സാർ. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും നാടോടികൾ തമ്പടിച്ചിട്ടുണ്ടോ? അറിയില്ല സാർ. ഈ വീട്ടിൽ സാധനങ്ങളുമായി വരുന്ന നാടോടികളുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും അലഞ്ഞെറിഞ്ഞ് നടക്കുന്നതായി കണ്ടിട്ടുണ്ടോ? സാർ, ചിറ്റാറ്റിങ്കര അമ്പല ഗ്രൗണ്ടിന്റെ പുറത്ത് ഒരു നാടോടി സംഘമുണ്ട്. അവർ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കൂട്ടരാ. അവരെത്ര കാലമായി അവിടെ വന്നിട്ട്? അതറിയില്ല സാർ. രാത്രി അവന്മാര് കള്ളുകൂടിയായിട്ട് ഭയങ്കര ബഹളാ. എന്റെ കൂടെ പണിക്ക് വരുന്ന ഒരുത്തൻ അതിന്റെ അടുത്തുള്ള അവൻ പറഞ്ഞുള്ള അറിവാ. ചിറ്റാറ്റിങ്കര അമ്പലം എനിക്കറിയാം സാർ. ഓക്കെ, താങ്ക് യു. എന്താടാ പ്രശ്നം? കാര്യമില്ല, അറിയോ? വാ. എന്തായിരിക്കും ഇവര് പോലീസ് അന്വേഷിക്കുന്നത്? ആർക്കറിയാം. ഇവറ്റകൾക്ക് പ്രത്യേകിച്ച് മേലുല്ലാസം ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും കണ്ണന്തിരി കാണിച്ചായിരിക്കും. എങ്കി വാ, ഈ കുന്നിന്റെ നെറുകെ ചെന്ന് ഞാൻ എന്റെ സന്തോഷം ആകാശത്തോട് വിളിച്ചു പറയട്ടെ. കണ്ടോ, എന്റെ പെണ്ണ് രാധിക എന്റെ ഒപ്പമുണ്ട്. ഇതെന്താ വട്ടാണോ? നമ്മൾ മാത്രല്ല, വേറെ ആരെങ്കിലും കേറി വരുന്നുണ്ടാവും. വന്നോട്ടെ. കണിമംഗലത്തെ ചെറുക്കന് ഭ്രാന്താണെന്ന് പറഞ്ഞ നാണക്കേടാണ് കേട്ടോ. പറയുന്നവര് പറയട്ടെ. അതിലില്ലാത്ത എന്റെ സന്തോഷം ഞാൻ ഇങ്ങനെയല്ലാതെ എങ്ങനെയാ പ്രകടിപ്പിക്കുക?
ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും എല്ലാവരും കാണട്ടെ. ഇത്രയൊക്കെ സ്നേഹിക്കപ്പെടാൻ എനിക്ക് അർഹതയുണ്ടോ വരുൺ? ഇതിലപ്പുറം എടോ, ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നടന്നിരുന്ന ആളാണ് ഞാൻ. ആ എനിക്ക് സ്നേഹത്തിലൂടെ ഒരു അർത്ഥമുണ്ടാക്കി ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം പഠിപ്പിച്ചു തന്നത് താനാ. ഇനിയും മുന്നോട്ട് ജീവിക്കണമെന്ന് കൊതിപ്പിച്ചതും താനാ. ഓടിയും നടന്നും നമുക്ക് കഴിയാവുന്ന കാലം അത്രയും നമുക്കിത് ഇവിടെ വരണം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രണയത്തിനും അതിനിടയിൽ ഉണ്ടായിരുന്ന തടസ്സത്തിനും സാക്ഷിയായിട്ടുണ്ട് ഈ കുന്ന്. നമ്മുടെ സ്നേഹം അടയാളപ്പെടുത്താൻ ഇതിനേക്കാളും മികച്ചൊരു സ്ഥലം വേറെയില്ല. எவ்வளோ வாட்டி நான் சொன்னேன் அவளை இந்த மாதிரி துரோகிக்காதன்னு. என்னோட மோளு போயா எனக்கு தான் நஷ்டம். அந்த வழி வேற யாருக்கும் தெரியாது. என்ன என்ன இங்க? ஒன்னும் இல்லம்மா, மருந்து போட்டுட்டு இருக்கேன். கடவுளோட வேண்டிக்கை கேட்டதுனா. இவ என்ன நிலைமையில கிடந்தாலும் நாளை நீ செல வைக்கிறதுக்கு போயே ஆகணும். அம்மா ஒரு நாள் கூடி தாமா. முடியாது. என்னோட வாக்கு ധിക്കരിച്ചാ இப்பவே குழிகுத்தி மூடுருவேன் நான். புரிஞ்சதாடி உனக்கு? அம்மா, போலீஸ் வந்திருக்குமா? നീയൊക്കെ എത്ര കാലമായടാ ഇവിടെ വന്നിട്ട്? ഒരു വാരമായി സർ. അതിനുമുമ്പ് എവിടെയായിരുന്നു? തലൈവിക്കിട്ട് കേളുങ്ക സർ. ഇവന്മാർക്കും ഒരു തലൈവി? അതൊക്കെ ഉണ്ട് സാർ.